വീണ്ടും ഹൈജീൻ ഹൈജീൻ ഹൈജീൻ. ജാസ്മിൻ ചെരുപ്പിടാറില്ലേ? ഇല്ല ലാലേട്ടാ. എന്താ? എനിക്ക് കംഫർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ അങ്ങനെ ചെളി അഴുക്കൊന്നും ഇല്ലല്ലോ. നമ്മുടെ കംഫർട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ ബിഗ് ബോസ് ഹൗസ്. എന്നെ മാത്രം എയിം ചെയ്താണ് പറഞ്ഞത്. അങ്ങനല്ല നിങ്ങൾ മാത്രമേ ചെരുപ്പിടാതെ നടക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ മാത്രമല്ല ഇവിടെ ചെരുപ്പിടാന്ന്. എനിക്ക് നിങ്ങളെ എന്തിനാ എയിം ചെയ്യുന്നത്? ഇന്നലത്തെ എപ്പിസോഡിൽ കുറച്ചും കൂടി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, മോഹൻലാൽ ഷിബിൻ ബ്രോയുടെ പിന്നെ പവർ ടീമിലെ പവർ എടുത്തതും അതുപോലെ പവർ ടീമിൽ ഇനി തുടരാൻ പാടില്ല എന്ന് പറഞ്ഞതും പിന്നെ നെക്സ്റ്റ് വീക്ക് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്തതൊക്കെ നമുക്കൊരിക്കലും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്കൊരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ കാര്യം. ഷിബിൻ ആരോടാ കാണിച്ചത്? സർ, ഞാൻ ആരോടുമായിട്ട് കാണിച്ചല്ല. ഞാനത് സോറി പറഞ്ഞ അല്ല, അത് എന്താ സോറി പറഞ്ഞ? ആരോടുമായിട്ട് കാണിച്ചല്ലെന്ന് പറയണം. നിങ്ങൾ ഈ ജാസ്മിനും ഷിബിനും തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ പവർ റൂമിന്റെ സൂപ്പറായിരുന്നു. കഴിഞ്ഞ വീക്ക് ഉണ്ടല്ലോ, പവർ റൂമിന്റെ എല്ലാ കാര്യങ്ങളും ആ എപ്പിസോഡ് മൊത്തം നല്ല രസമുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ. അത്ര രസമുണ്ടാവാൻ കാരണം ഈ പവർ ടീമിൽ ഷിബിൻ ബ്രോ ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയ്ക്കും സൂപ്പർ ആവാൻ കാരണം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, അങ്ങനെ അത്ര മാത്രമല്ല, ഇന്നലത്തെ എപ്പിസോഡിൽ 1000 പോയിന്റ്സ് ആണ് ലാലേട്ടൻ കൊടുത്തത്. കാരണം കഴിഞ്ഞ വീക്കിൽ പവർ റൂമിന്റെ പ്രകടനങ്ങളും ക്യാപ്റ്റന്റെ പ്രകടനങ്ങളെ ഒക്കെ കണ്ടിട്ട് ആണ് കൊടുത്തത്. അപ്പോൾ അത്രത്തോളം നല്ല രസമുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ. ഒരാഴ്ചയും നല്ല രസമുണ്ടായിരുന്നു. മുമ്പത്തെ പോലെ ഒരു കാര്യമില്ലാണ്ട് പറയുന്ന അങ്ങനെ ഒന്നുമില്ല. കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ ഇവര് എന്നിട്ടും പിന്നെ ജാസ്മിന്റെ ചില കാര്യങ്ങൾ കൊണ്ട് ഷിബിന് ചില കൈകൊണ്ട് ചില കാര്യങ്ങൾ കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ദേഷ്യം വരുമ്പോൾ, ദേഷ്യം നമുക്ക് വായിൽ പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ നമുക്ക് തെറി പറയാനൊക്കെ പറ്റില്ല. തെറി പറയുമ്പോഴൊക്കെ നമുക്ക് നല്ല ഒരുപാട് ദേഷ്യം വരുമ്പോൾ തെറിയൊക്കെ പറയും. പക്ഷെ ഇവന് കൈ കൊണ്ട് ചില ആംഗ്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ ആംഗ്യങ്ങൾ വളരെ തെറ്റായ ഒരു കാര്യമാണ്. പക്ഷെ ആ തെറ്റ് അപ്പം തന്നെ ഇവൻ സമ്മതിക്കുകയും പിന്നെ അതിന് മാപ്പ് പറയുകയും ജാസ്മിനോട് തന്നെ മാപ്പ് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മോഹൻലാൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് തീരെ ശരിയായിട്ടില്ല. എനിക്കല്ല, ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപാട് കമന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഷിബിൻ ബ്രോയുടെ പവർ റൂമിൽ നിന്ന് എടുത്തത് ശരിയായില്ല, പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞത് ശരിയായില്ല, പിന്നെ നെക്സ്റ്റ് വീക്കിൽ ഡയറക്റ്റ് നോമിനേഷൻ കൊടുത്തതും ശരിയായില്ല എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതിപ്പോ അതേ അഭിപ്രായമാണ് എനിക്ക്. പിന്നെ ജാസ്മിൻ എന്ന് വെച്ചാൽ, ജാസ്മിനെ ഒരുപാട് വെറുപ്പാണ് ജാസ്മിനോട് ഇപ്പോൾ തോന്നുന്നത്. കാരണം വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ മോഹൻലാൽ ജാസ്മിനെ ഇട്ട് പൊരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ജാസ്മിനെ മോഹൻലാൽ ഇട്ട് പൊരിക്കുന്നുണ്ട് ഒരുപാട്. കാരണം ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ചും ആൾക്കാർ പറയുന്ന കേൾക്കാത്ത കാര്യങ്ങളെ കുറിച്ചും ഈഗോയെ ഇതിനൊക്കെ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ, അതായത് ഇന്ന് സൺഡേ രാത്രി 9 മണിക്കുള്ള എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് ജാസ്മിന് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. കാരണം വെച്ചാൽ ഷിബിനെ ചെയ്തത് ഒട്ടും ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും അതുപോലെ ഈ ബിഗ് ബോസ് കാണുന്ന ഒരാളിൽ നിന്നിലും പിന്നെ തീരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. കാരണം ഇത്ര വലിയ, ഇതിനേക്കാളും എത്രയോ തെറികൾ വരെ ബിഗ് ബോസിൽ കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് തെറികൾ പറഞ്ഞിട്ടുണ്ട് കണ്ടസ്റ്റന്റ്, എന്നിട്ട് വരെ ഇത്ര വലിയ ശിക്ഷ കൊടുത്തിട്ടില്ല. പക്ഷേ ഷിബിന് കൊടുത്തത് തികച്ചും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായിട്ടൊരു ശിക്ഷ കൊടുത്ത പോലെയാണ് തോന്നുന്നത്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്നെ മാത്രമല്ല, നിങ്ങൾക്ക് തന്നെ ആ എപ്പിസോഡിൽ പോയിട്ട് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ കമന്റ് സെക്ഷനിൽ പോയാൽ കാണാൻ പറ്റും. എത്രയോ ആൾക്കാരാണ് ഇന്നത്തെ ഷിബിനെ പവർ റൂം എന്ന് പുറത്താക്കിയതിനെ കുറിച്ച് പറയുന്നത്. ജാസ്മിൻ ആണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിനും കിട്ടുന്നുണ്ട് എന്താന്നുള്ളത്.